കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടിവി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. നീറ്റ് പരീക്ഷാ പ്രശ്നത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും ഇവരെ വലിച്ചിഴയ്ക്കുകയും ചെയ്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച അലൈമൺ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരികോണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി മണ്ഡലം പ്രസിഡന്റ് എം സാദിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി KG സാബു ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ രാജ്യത്ത് എല്ലാ വിധത്തിലും രാജ്യത്തിന്റെ സുരക്ഷ ആകപ്പാടെ തരിപ്പണമായിരിക്കുന്ന ഏറ്റവും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എത്രയോ വർഷങ്ങൾ അത് നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി അവരെ വർഷങ്ങൾ കാത്തിരുന്നിട്ട് ആ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കാതെ ഒന്നും അറിയാത്ത ആളുകളെ ആ മേഖലയിലേക്ക് തിരഞ്ഞെടുക്കുന്ന നാളുകളിൽ ഇന്ത്യയുടെ ഭാവി ആകമാനം തകരുന്ന തരത്തിലേക്ക് മാറാൻ പോകുന്നു. ഇവിടെ ഒന്നും അറിയാത്ത ആളുകൾ ഡോക്ടറാവാൻ പോകുന്നു, ഒന്നും അറിയാത്ത ആളുകൾ എഞ്ചിനീയർമാരാവാൻ പോകുന്നു. ഇന്ത്യയുടെ ഭാവിയെ ആകമാനം തകർക്കുന്ന തരത്തിലുള്ള IAS-ഉം IPS-ഉം പോലെയുള്ള ഉന്നത ശ്രേണിയിൽ വരേണ്ട ആളുകളെ എല്ലാം തഴയപ്പെട്ടുകൊണ്ട് ഒരു പിണിയാളുകളായി BJPയുടെ ചില ആളുകളെ മാത്രം കുത്തിക്കയറ്റുവാൻ വേണ്ടി മാത്രം ശ്രമം നടത്തുന്ന ഇതിനെതിരെ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കന്മാർ സമരം നടത്തിയപ്പോൾ ആ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ടുള്ള ലോകം അംഗീകരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കുവാൻ, രാഹുൽ ഗാന്ധിയുടെ വാക്ക് കേൾക്കുവാൻ ലോകം കാത്തിരിക്കുന്ന അത്ര വളരെ കാര്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തെ പോലെയുള്ള MP-മാരെ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള നീക്കം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അട്ടിമറിക്കുവാൻ, ഈ രാജ്യത്ത് മറ്റൊരു പാർട്ടിയും ഉണ്ടാകരുത്, ഈ രാജ്യത്ത് ഇവിടുത്തെ BJPക്കാർ മാത്രം വരണം എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു. അതിനെതിരെയാണ് ഇന്ന് രാജ്യം. നേതാക്കളായ H. സുനിൽ ദത്ത്, ജേക്കബ് മാത്യു, മാഹിൻ കാട്ടുംപുറം, അനിൽ പൊയ്കവിള, സജി ഇല്ലിക്കൽ, ഷാജഹാൻ കരികോൺ, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ജെനി ആനക്കുളം, അജാസ് ചണ്ണപ്പെട്ട, അബ്ദുൽ വാഹിദ്, MS മുരുകൻ, ഷാജു ഇരുവേലിക്കൽ, ലത സുനിൽ, അച്ചുമോൾ എന്നിവർ നേതൃത്വം നൽകി. നാട്ടുവാർത്ത, അഞ്ചൽ.